പ്രിയമുള്ളവരെ, വളരെ രസകരമായിട്ടുള്ള ഒരു ട്രോൾ ഞാൻ പലപ്പോഴായിട്ട് കാണുന്നത്, ബിഗ് ബോസ് സീസൺ 7ൻ്റെ വിജയി സാബുമാനാണ് എന്ന രീതിയിൽ എൻ്റെ പഴയ ഞാൻ വിജയിച്ച സമയത്തുള്ള എൻ്റെ ഫോട്ടോയിൽ എൻ്റെ തല വെട്ടിമാറ്റി കഴിഞ്ഞതിന് ശേഷം സാബുമോൻ്റെ പടം വെച്ചുകൊണ്ട് ഇത്തവണത്തെ വിജയി സാബുമോനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രോൾ ഫോട്ടോ ഒരുപാട് സ്ഥലത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർ എനിക്ക് വായിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചില സീരിയസ് വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളിതൊക്കെ ഇവിടെ പറഞ്ഞിരുന്നോ, സീസൺ 7ലെ കപ്പ് ഇത്തവണ സാബുമാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകൾ ഞാൻ കാണാറുണ്ട്. ചില വളരെ ഗുരുതരമായിട്ടുള്ള സീരിയസ് വിഷയങ്ങൾ, അതായത് ശബരിമല പോലുള്ള വിഷയങ്ങൾ, പൊളിറ്റിക്കൽ വിഷയങ്ങൾ, ഇത്തരം പോസ്റ്റുകളുടെയൊക്കെ അടിയിൽ പണ്ട് ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്നത് പോലെ ഇത്തവണ ബിഗ് ബോസ് സീസൺ 7ൻ്റെ കപ്പ് സാബുമാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകൾ ഞാൻ കണ്ടു. കുറേ പേർ എന്നോട് ചോദിച്ചു, ഈ സാബുമോൻ എങ്ങനെയാണ് വോട്ട് കിട്ടുന്നത്? ഇത് സാബുമോൻ ഒന്നും ചെയ്യാതെ വെറുതെ ചിരിച്ചു നിന്നാൽ അവിടെ വോട്ട് കിട്ടുമോ? അതിനുള്ള കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ പറയുന്ന വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. റിയലി സാബുമാൻ എന്ന് പറയുന്നത് ഒരു നോട്ടയാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ 3 രാഷ്ട്രീയ പാർട്ടികളും നിർത്തുന്ന സ്ഥാനാർത്ഥികളോട് താല്പര്യമില്ലാതെ വരുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു നോട്ടയുണ്ട്. നിങ്ങൾക്ക് ഈ 3 പേരെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ നോട്ടയിൽ വോട്ട് രേഖപ്പെടുത്തും. പക്ഷേ നോട്ടയ്ക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അധികം ആൾക്കാർ പലപ്പോഴും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നോട്ടയ്ക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടേണ്ട തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല മത്സരാർത്ഥികളും പ്രേക്ഷകരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല മത്സരാർത്ഥികളുടെയും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഗെയിമുകളും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് അരോചകമാകുമ്പോൾ പ്രേക്ഷകർ മനോഹരമായി ഉപയോഗിക്കുന്ന ഒരു നോട്ടയാണ് സാബുമാൻ എന്ന് പറയുന്നത്. ഓരോ ആഴ്ചയിലും സാബുമാന് വോട്ട് നൽകിക്കൊണ്ട് പ്രേക്ഷകർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക കൂടിയാണ്. അവിടെ ഒന്നും ചെയ്യാതെ, ആരെയും വെറുപ്പിക്കാതെ, ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിൽക്കുന്ന സാബുമാൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിലെ ഒരു നോട്ടയാണ്. ആ നോട്ടയ്ക്ക് അനുകൂലമായിട്ട് പ്രേക്ഷകർ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളുടെ കഴിവുകേടാണ്. മറ്റുള്ള മത്സരാർത്ഥികൾ മികച്ച രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന് കപ്പടിക്കട്ടെ, ഇല്ലെങ്കിൽ നോട്ട കപ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നോട്ട കപ്പടിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണോ മോശമാണോ എന്ന് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. എനിക്ക് തോന്നിയ ഒരു രസകരമായൊരു കാര്യം ഞാൻ പങ്കുവച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് എവിടെ നിന്നാണ് വോട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇതല്ലാതെ മറ്റൊരു മറുപടിയും എനിക്ക് പറയാനില്ല.